റാഗിങ് പണ്ട് കോളേജിൽ ചേർന്നപ്പോഴേ ഇത് കേൾക്കുന്നത്. കാരണം +1 +2 അതില്ലായിരുന്നു. പഠിച്ച സർക്കാർ സ്കൂളിലാണ്, കടപ്പുറത്തിനടുത്താണ്. അവിടെ ചേട്ടൻ കളിക്കാൻ വന്നാൽ യഥാർത്ഥ ചേട്ടന്മാർ വൈകിട്ട് വലയ്ക്ക് പോയിട്ടിങ്ങ് വരും, അമരം കൊണ്ടുപോകും. കോളേജ് പഠിക്കാൻ ബാംഗ്ലൂർ പോയപ്പം ആദ്യത്തെ 1 മാസം ഹോസ്റ്റലിൽ നമ്മൾ കൂടുള്ളവന്മാരെയൊക്കെ പരിചയപ്പെട്ടു. കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് ചേട്ടന്മാർ വരുന്നുണ്ട്, സെക്കൻഡ് ഇയേഴ്സ്, അവന്മാർ റാഗ് ചെയ്യും. ശരിയാ, അവന്മാരുടെ റാഗിങ് ആണോന്ന് അറിയത്തില്ല. അവന്മാർ വന്നിട്ട് അവന്മാരുടെ കോഴ്സും പേരും ഊരും ഒക്കെ പഠിക്കാൻ പറഞ്ഞു. ശരി, പഠിച്ച് അവന്മാർ പറഞ്ഞ് കേൾപ്പിക്കണം. അവന്മാർ ചെറുതായിട്ട് പേടിപ്പിക്കും. അത് കഴിഞ്ഞപ്പോൾ അവന്മാർ വന്ന് യഥാർത്ഥ ചേട്ടന്മാർ വരും, 3rd ഇയേഴ്സ്. അവന്മാർ കുറച്ച് കലിപ്പാ, പേടിപ്പിക്കത്തൊന്നില്ല, ഇടിയും. ശരി, അവന്മാർ വന്ന് അടിക്കും. ശരിയാ, പക്ഷെ അവന്മാർ ഈ സെയിം സാധനം തന്നെ, പേരൂരൊക്കെ പഠിക്കണം. ചെറിയ ചെറിയ പണികൾ, എന്താ ഫുട്ബോൾ കളിക്കുന്നത്, ബോളില്ലാതെ കളിക്കണം, തീപ്പട്ടി വെച്ച് അലമാര അളക്കണം, ഓടണം, ചാടണം, ഷർട്ടിൻ്റെ ബട്ടൺ ഇടണം, താടി പഠിക്കണം, അങ്ങനെ കുറേ സീൻ. അത് നമ്മുടെ പിള്ളേർ ഡിപ്പെൻഡാണ്. കാരണം ഞങ്ങളുടെ കൂടെ +2 പഠിച്ച പിള്ളേർ കുറച്ച് പേര് തമിഴ്നാട്ടിൽ പഠിക്കാൻ പോയി, സേലത്തിലൊക്കെ. അവന്മാരുടെ കഥ കേട്ട നമ്മൾ കഴിച്ച് നമ്മളൊക്കെ സ്വർഗത്തിലാന്ന്. കക്കൂസിൽ ബ്ലേഡ് ഇട്ടിട്ട് നക്കിയെടുക്കാൻ പറയും നായിൻ്റെ മക്കൾ, സീനിയേഴ്സ്. അങ്ങനെ റാഗിങ് കഴിഞ്ഞപ്പോൾ അവന്മാർക്കൊരു ന്യായമുണ്ട്. ഈ നിങ്ങൾ പുറത്തുനിന്ന് വന്ന് പഠിക്കുന്ന പിള്ളേരല്ലേ, അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താലേ നിങ്ങൾക്ക് എന്താ പറയുക, ഭാവിയിൽ നല്ലതായിരിക്കും, എന്തും ഫേസ് ചെയ്യാനുള്ള ധൈര്യം വരും. അതൊക്കെ ഓക്കെ, അവന്മാർ ശരി എന്തേലും ആവട്ടെ, പുല്ല്. പക്ഷേ ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് കേട്ട് ഒരുത്തനെ വിളിച്ച് 6 പേര് ചേർന്ന് റാഗ് ചെയ്ത്, നഴ്സിംഗ് പിള്ളേർ. എന്നിട്ട് ഡമ്പൽ കെട്ടി തൂക്കി, മുറിവിൽ ലോഷൻ തേച്ച്, വെള്ളം അടിക്കാൻ കാശ് ചോദിച്ച്. എൻ്റെ സീനിയേഴ്സൊന്നും അത് കേട്ടില്ല. കാശ് എന്നൊരു പരിപാടിയൊന്നും അവന്മാർ ചോദിച്ചിട്ടില്ല. അവന്മാർ വീട്ടിൽ ഇല്ലാത്തവന്മാരും ഉള്ളവന്മാരൊന്നും പറയുന്നില്ല, പക്ഷെ അന്തൊക്കെ ഇറങ്ങുന്നവന്മാർ അവന്മാർ കാശിന് വേണ്ടി പരിപാടിയൊന്നും കാണിക്കത്തില്ല. പിന്നെ അവന്മാർ ബോധത്തോടായിരുന്നത്, വല്ലതും അടിച്ച് കയറ്റിയിട്ട് രാത്രി ബോധം പോയിട്ട് കിഴപ്പ് തീർക്കാൻ വരുന്ന സീനിയേഴ്സൊന്നും അല്ല നമ്മളത്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരങ്ങനല്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താണെന്ന് അറിയത്തില്ല ഈ സംഭവം. ഇപ്പോഴത്തെ പിള്ളേർ റാഗിങ് എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കണം, ദേഹം വേദനിക്കണില്ല, അവൻ കരയണം, അവൻ പേടിക്കണം, അവൻ ജീവിതകാലം മുഴുവൻ അത് ഹോണ്ട് ചെയ്യണം. തന്തയില്ലായ്മയാണ്, പ്യുവർ തന്തയില്ലായ്മ. എടാ, ഒറ്റയ്ക്ക് ഒരുത്തനെ നീയൊക്കെ എന്തെങ്കിലും ചെയ്യുമോ, അല്ലെ പേടിപ്പിക്കുകയോ അവനെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എന്നല്ല, തന്തയില്ലായ്മ എന്തെങ്കിലും ഓക്കെ, നിനക്കുള്ള ധൈര്യമുണ്ട്, അവന് ധൈര്യമുണ്ട്, അവൻ തിരിച്ചു പറയും. പക്ഷേ ഒരു റൂമിലെടുത്തനെ വിളിച്ച് കയറ്റി ഇടിമുറി ഉണ്ടാക്കി, ശബ്ദം കേൾക്കാൻ ശബ്ദം പുറത്തിറക്കാൻ പാട്ടൊക്കെ വെച്ചു. അല്ല, ധൈര്യമുള്ളവന്മാരെ 6-7 എണ്ണം ഒറ്റയ്ക്ക് ഉള്ള ഒരുത്തനെ ചൊറിയാൻ ചെല്ലുന്ന, അല്ലെങ്കിൽ അവനെ പീഡിപ്പിക്കാൻ ചെല്ലുന്നത് നിന്നെയൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാത്തോണ്ടാ. വീട്ടിൽ പോയി ചോദിക്കണം എത്ര പേരുണ്ടായിരുന്നു ഉണ്ടാക്കാനെന്ന്. ഫിസിക്കലി പോസിബിൾ അല്ല, പക്ഷെ നിൻ്റെ കാര്യത്തിൽ പോസിബിളാ. കയ്യിലിരിപ്പ് കാണുമ്പോൾ അറിയാം അങ്ങനെയൊക്കെയാന്ന്.